എവിടെയാണ് ശരിക്കും നാട്ടിൽ? ഞാൻ നാട്ടിൽ കോട്ടയം ജില്ല, സ്ഥലം പൂഞ്ഞാർ എന്ന് പറയും. പൂഞ്ഞാർ. ഓക്കെ. പൂഞ്ഞാർ വളരെ കലയുടെ കാര്യത്തിൽ തന്നെ വളരെ പ്രശസ്തമായ സ്ഥലമാണ് പൂഞ്ഞാർ. പൂഞ്ഞാർ നവധാര സ്കൂൾ അതെ അവിടെ തന്നെയാണ്. നാടകങ്ങളുടെ ഏറ്റവും ആദ്യകാല നാടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രശസ്തമായ ട്രൂപ്പാണ് പൂഞ്ഞാർ നവധാര. നവധാരയിൽ കൂടിയാണ് വന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ നവധാരയിൽ ജോയിൻ ചെയ്തു. അന്ന് പിന്നെ ഈ എന്ത് ട്രൂപ്പ് തുടങ്ങിയാലും കൊച്ചിൻ 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 എന്നൊരു പേര് വെച്ചാലേ പേരുള്ളൂ. ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ പ്രോഗ്രാം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഗാനമേളയാണോ അതിൻ്റെ ടൈലൻ്റായിട്ട് കൊച്ചിൻ ഉണ്ടാവണം. കാലഘട്ടത്തിൽ എപ്പോഴാണ് UK എന്നൊരു? ഞാൻ 2010 യു കെയിലെത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ചെണ്ട എന്നുള്ളൊരു വാദ്യമാണ് തൻ്റെ ജീവനോപാധിയായി വരിക എന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും. എക്സ്പെഷ്യലി UK പോലുള്ള രാജ്യത്ത് ഞാൻ വന്നത് ലണ്ടനിലാണ് വന്നത്. Day 1 മുതൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. MA UK എന്ന് പറയുന്നത് ലണ്ടനിലെ അല്ലെങ്കിൽ UKയിലെ ആദ്യത്തെ മലയാളി അസോസിയേഷൻ ആണ് അല്ലേ? ഈ മലയാളി അസോസിയേഷൻ UK എന്ന് പറയുന്നത് അതാണ് UKയിലെ ആദ്യത്തെ മലയാളി സംഘടന. എത്ര വർഷം മുമ്പ്? ഇതിന്റെ രജിസ്ട്രേഷന്റെ 50ാമത്തെ വർഷം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വർഷം. ലേറ്റ് 20s VK കൃഷ്ണമേനോൻ ഇവിടെ LSE കോളേജിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ച മലയാളി കൂട്ടായ്മയാണ്. അത് കേരള സമാജമായി വീണ്ടും സിംഗപ്പൂരിൽ നിന്ന് വന്ന മലയാളികൾ 60s അവർ സമാജം എന്നുള്ള വാക്ക് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കായതുകൊണ്ട് അതിനെ പിന്നീട് കേരള ഹൗസ് എന്ന് പറഞ്ഞ് 70s 60s രജിസ്റ്റർ ചെയ്തപ്പോൾ 50 വർഷമായി ഈ സംഘടന കേരള ഹൗസ്. MAUK മലയാളി അസോസിയേഷൻ യുണൈറ്റഡ് കിങ്ഡം അല്ലേ? അതാണ് MAUK. ഇവരെ പരിചയപ്പെട്ടു എന്നുള്ളതാണ് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ്. MAUKയുടെ അന്നത്തെ അധികാരികൾ അല്ലേ? അതെ, അന്നത്തെയും ഇന്നത്തെ ഇന്നും അത് തുറന്നു പോകുന്നു. അവർ തന്നെയാണ്. അതെ. അവരുമായിട്ടുള്ള കൊളാബറേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് നേരെ ഇവരെ കോൺടാക്ട്? അതെ, ഞാൻ 2010 ഇവിടെ എത്തി. 2011 എനിക്ക് ഇവിടെ മ്യൂസിക് ടീച്ചറായിട്ട്, സ്പെഷ്യൽ കാറ്റഗറി മ്യൂസീഷ്യനായിട്ട് MAUKയുടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് പെർമിറ്റ് തന്നു. അതിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണ അതിൽ കേട്ടിട്ടുള്ളത് UKയിലൊക്കെ അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് സാധാരണ അസംഭവമാണ്. കാരണം അത് ഇവിടെ എന്തൊക്കെയോ പാനലുകളുണ്ട്, അവിടെ ഒരു മ്യൂസീഷ്യൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് ഇപ്പം എൻ്റെ അറിവ് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു മ്യൂസീഷ്യൻ വിസ ഇല്ല. ഓക്കെ. സൗത്ത് ഇന്ത്യയിൽ ഒരു ആർട്ടിസ്റ്റിനും കിട്ടിയിട്ടില്ല. കാരണം ഇതിൻ്റെ നൂലാമാലകൾ ഒത്തിരി വലുതാണ്. ഇത് ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും സിമ്പിളല്ല. ഇതുപോലെ ഒരു വലിയ സംഘടനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതൊരു 5 വർഷം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരു കുട്ടികളെ ഒരു ഗിറ്റാറോ ഒരു ഡ്രംസോ നമുക്ക് വീട്ടിൽ ഒരു ബ്രിട്ടീഷുകാരൻ പഠിപ്പിക്കണമെങ്കിൽ 45 മിനിറ്റിന് മിനിമം 60 പൗണ്ടോളം ആവും അല്ലേ? നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഇവിടെ മ്യൂസീഷ്യൻസിന് കാണുന്ന ഒരു വില വേറൊരു ഹൈ ലെവൽ വിലയാണ് കാണുന്നത്. അപ്പം ഒരാളെ നമ്മൾ എംപ്ലോയ് ചെയ്താൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വരുമാനം അല്ലെങ്കിൽ സാലറിയുടെയൊക്കെ വലിയ ഹൈ സംഭവം സാധാരണ ഒരു അസോസിയേഷന് താങ്ങാൻ പറ്റുന്നതല്ല. ഇവിടെ അങ്ങനെ നിന്ന് ഇവിടെ തുടങ്ങിയപ്പോൾ വേറെ 7 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്കൂളായിട്ട് തുടങ്ങി. അപ്പോൾ അന്നൊന്നും നമുക്കിവിടെ ഈ സേഫ് ഗാർഡിങ് ഇഷ്യൂസ് അങ്ങനെ സാധാരണ കേട്ടിട്ടുള്ളത് കൊച്ചുകുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്ത് നമ്മുടെ ആൾക്കാരും മുമ്പോട്ട് ഇത് ആർക്കെങ്കിലും ചെയ്യാനാണെങ്കിൽ പോലും അവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ അണ്ടർ 19 ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സേഫ് ഗാർഡിങ്, എൻഹാൻസ്ഡ് CRB ഉൾപ്പെടെ കുട്ടികളെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഷുഡ് ബി വെരി കെയർഫുൾ ഏതൊരു ടീച്ചറാണെങ്കിലും. അതൊരു നല്ലൊരു അഡ്വൈസാണ്. പുതുതായിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ വിനോദിനെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ
നിങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. അതെ, അതിൻ്റെ അകത്ത് 100% കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അസോസിയേഷനാണ് MIUK. അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന സമയത്ത് നമുക്കറിയില്ല ഇത്തരം കാര്യങ്ങൾ. അവർ കൃത്യമായ ഗൈഡൻസ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നമുക്കൊരു PR കിട്ടുന്ന അവസരം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അവർ. ഓക്കെ. അപ്പോൾ അന്ന് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ അന്ന് തുടങ്ങിയ സ്കൂളുകൾ ഇന്നേ വരെ നിർത്തിയില്ല, 14 വർഷമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അന്ന് മലയാളി കുട്ടികളാണോ പഠിക്കാൻ വരുന്നത്? എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. തബലയൊക്കെ പഠിക്കാൻ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും മലയാളികളും തമിഴരും എല്ലാവരും. ഇവരൊക്കെ ഈ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ വരുന്നോ അല്ലെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളോ? ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത ജനറേഷനെയാണല്ലോ സാധാരണ പഠിപ്പിക്കാൻ വിടുക. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പോലെ തന്നെ ഇവിടെയുള്ള പേരൻസ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടിരുന്നത്. അപ്പോൾ അത് നല്ലൊരു പ്രോത്സാഹനമായിരുന്നു പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഇതിനെ സ്നേഹിക്കുന്ന ഈ ഒരു വാദ്യകലയെ സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഒരു തുടർച്ചയായ വിജയമാണല്ലോ. അപ്പോൾ അന്നൊക്കെ ഈ നവധാര എന്നുള്ള പേര് തന്നെയാണോ ചെയ്തിരുന്നത്? അന്ന് ഞാൻ ഈ പൂഞ്ഞാർ നവധാര നടത്തുന്നിടത്ത് എൻ്റെ പേര് നാട്ടിൽ വിനോദ് നവധാര എന്നായിരുന്നു വർഷങ്ങളായിട്ട്. ആ പേര് തന്നെ ഇവിടെ യൂസ് ചെയ്തു. പിന്നെ 2016 MIUKയിൽ നിന്നുകൊണ്ട് തന്നെ ടീച്ചറായിട്ട് ഞാൻ PR കിട്ടി കഴിഞ്ഞപ്പോൾ ഓരോ സ്കൂളുകളായിട്ട് പുറത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ചെണ്ട ഒരു 5 വർഷം കൊണ്ട് ഏകദേശം ഇവിടെ ഒളിമ്പിക്സിൻ്റെ പരേഡിന് വായിച്ചു. ലണ്ടൻ ന്യൂ ഇയർ പരേഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂ ഇയർ പരേഡ്, അതിന് വായിച്ചു. അങ്ങനെ MIUKയുടെ ടീം വായിക്കാത്ത ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒളിമ്പിക്സിനൊക്കെ അല്ലെങ്കിൽ ഈ ന്യൂ ഇയർ ചില കാര്യങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിപ്പമുള്ള പ്രോഗ്രാമുകളുണ്ടല്ലോ. അങ്ങനെ തോന്നിയത് ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ. ആ ദീപശിഖ ഇങ്ങനെ അടുത്തേക്ക് നമ്മളെ ഫേസ് ചെയ്ത് വരുന്ന കണ്ടപ്പം ചെണ്ട വായിക്കാൻ മേലാത്തൊരവസ്ഥയായി, കൈ കുഴഞ്ഞു പോയി. കാരണം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യില്ലേ. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിന് അപ്പുറത്താണ് ഒരു ഭയങ്കരമായ വികാരം. ഉദ്ഘാടനം നമ്മൾ TV യിലിരുന്ന് പാതിരാത്രിക്ക് ഇങ്ങനെയൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ആ ദീപശിഖ അതിങ്ങനെ അടുത്ത് ഒന്ന് കാണുന്ന ഒരു അവസരത്തേക്ക് നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോയി. വായിക്കാൻ പോയ ചെണ്ട എന്ന് വായിക്കാൻ പോയാത്ത അവസ്ഥയായി. ശരി, ഓക്കെ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്തരത്തിലുള്ള മേജർ ഇവൻറ്റ്സുകൾ മറ്റെന്തെങ്കിലും ഒത്തിരി ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ന്യൂ ഇയർ പരേഡ്, അതുപോലെ കോമൺവെൽത്ത് അതിൻ്റെ പ്രോഗ്രാം സെൻട്രൽ ലണ്ടനിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 50,000 ആൾക്കാർ കയറി സെൻട്രൽ ലണ്ടനിലെ ട്രഫാൽഗർ സ്ക്വയർ ലണ്ടൻ മേയേഴ്സ് ഈവൻറ്റ്. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതൊന്നും ഈ ചെണ്ട എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ച് ഇവിടെ ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ അതും കൂടെ ചോദിക്കാൻ പറയുന്നത്, സാധാരണ കേട്ടിട്ടുള്ള ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ തുകൽവാദ്യങ്ങൾ സൂക്ഷിക്കുക ബുദ്ധിമുട്ടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാ. നമുക്ക് ഇപ്പം തബലയായിക്കോട്ടെ മൃദംഗമായിക്കോട്ടെ ഏറ്റവും വളരെ ഒന്ന് തൊട്ടാ പൊട്ടിപ്പോകുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇടയ്ക്കൊക്കെ. അതുപോലും ഈ ടേബിളിലേക്ക് എടുത്ത് ഏത് വിൻ്ററിലാണെന്ന് വെക്കാം. പൂപ്പലോ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ നാദത്തിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ട്യൂൺ ചെയ്യുമ്പോൾ ആണെങ്കിൽ ട്യൂൺ നമുക്ക് നാട്ടിലൊന്നും ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്യൂൺ ചെയ്ത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour നിൽക്കും. ഇവിടെ അത് ചിലപ്പോൾ നിൽക്കില്ല. കാരണം നമുക്ക് തണുപ്പ് കൂടി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹീറ്ററുകൾ യൂസ് ചെയ്യും. അത് ഈ ലെതറിനെ കൂടുതലായിട്ട് ചൂടടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പിച്ചിങ് മാറും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ചെണ്ടയ്ക്ക് അത് പ്രശ്നമല്ല. കാരണം ചെണ്ട ഒരു മാക്സിമം ടൈറ്റാക്കി വെച്ച് പിച്ചിനനുസരിച്ച് ട്യൂൺ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ല ചെണ്ട. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞത് 36 ക്ലാസ്സുകൾ, 35 ക്ലാസ്സുകൾ അല്ലേ? 35 യൂണിറ്റുകളുണ്ടല്ലേ? ഇതിൽ എല്ലായിടത്തും കുട്ടികൾ തന്നെയാണോ പഠിക്കുന്നത്? അല്ല, ഒരു 5 വയസ്സ് മുതൽ ഏകദേശം ഒരു 75 ഏജ് വരെയുള്ളവർ പഠിക്കുന്നുണ്ട്. ആൺപെൺ വ്യത്യാസം ഇല്ലല്ലോ. അറിയാം, ലിംഗ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ജെൻഡർ വ്യത്യാസം ഇല്ലല്ലോ നമുക്ക്. അങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലേ? ഏകദേശം ഇപ്പം UK തന്നെ ഏകദേശം 800ഓളം കുട്ടികളുണ്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം പഠിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ക്ലാസ്സുകൾ തുടങ്ങുന്നു, അറിയാവുന്നൊരു വിദ്യ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു, അത് ഒരു ജീവനോപാധിയായി മാറുന്നു. അതിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിനകത്ത് പ്രായഭേദമന്യേ 75 വയസ്സോളം ഉള്ള ആളുകൾ വരെ വന്ന് സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നു. വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പം ഈ നവധാര സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും മുമ്പോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും മുന്നിൽ? ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് 90കളിലൊക്കെ നമ്മൾ ഈ ഒരു കല എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇറങ്ങുമ്പം ആരും സേഫ് അല്ല എന്നറിയാം എല്ലാവർക്കും. ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആരും സേഫ് അല്ല എന്ന്
കൃത്യമായിട്ട് എവരി സിംഗിൾ ഡേ നമ്മുടെ വീട്ടിൽ നിന്ന് വാണിംഗ് വന്നുകൊണ്ടേയിരിക്കും. ഇതുമായിട്ട് നടക്കരുത്, ഇതുമായിട്ട് നടക്കരുത്, നടന്നാൽ തീർന്നു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ പ്ലാനിങ്ങോട് കൂടി പോകുന്ന ഒരാളാണെങ്കിൽ പോവില്ല. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇന്ന ഒരു ലക്ഷ്യം കൃത്യമായിട്ട് പറയാൻ പറ്റുമോ, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അറിയില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അന്ന് കാലം മുതൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവരൊരു ഗവൺമെൻറ് ജോലി മുന്നിൽ കണ്ടുപോകും. ഇപ്പോഴത്തെ പോലെ IT ഒന്നും ഇല്ലല്ലോ അന്ന്. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ തുടക്കകാലങ്ങളിൽ അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചു പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു എങ്കിലും പിന്നീട് ഇതൊരു ആവേശമായി കല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോഴായിരിക്കും വീട്ടുകാർ അതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അബദ്ധമായി എന്ന് മനസ്സിലായി. അതെ, അത് തലക്കി പിടിച്ചു എന്നുള്ള അവസ്ഥ മനസ്സിലായി. അബദ്ധമായി എന്ന് മനസ്സിലായി. നമുക്ക് വേറൊരു ജോലിയിലേക്ക് പോകാൻ പറ്റിയില്ല, മാനസികമായിട്ട് ഒരു രക്ഷയില്ല, സാധിക്കില്ല. ഓക്കെ, എങ്ങനെ ഈ UK നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ ഈ ഒരു നവതാര സ്കൂൾ തുടങ്ങി, ഇത്രയധികം കുട്ടികളുണ്ട്. അപ്പം ഏതൊരവസരത്തിലാണ് മേളപ്പെരുമ എന്നൊരു ആശയം മനസ്സിലേക്ക് എത്തുന്നത്? അത് ഞാനിവിടെ 2010 ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അത് MIUK മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ക്രോയിഡോണിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തന്നെ സംഗീത ഓഫ് ദ UK എന്ന് പറഞ്ഞ് വളരെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവിടെ ക്ലാസ്സുകൾ തുടങ്ങി. അങ്ങനെ ഈ ചെണ്ടയ്ക്ക് ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് മനസ്സിലായി. ഇത് പല സ്ഥലങ്ങളിലും മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ്, ഇപ്പോൾ സത്യത്തിൽ മലയാളികളെന്നില്ല. ഞാൻ ഇന്നലെ ചെയ്തത് പോലും ശ്രീലങ്കൻ പ്രോഗ്രാമാണ്. ഇന്നലെ ശിവരാത്രിക്ക് ഇപ്പോൾ ചെയ്ത് ഇന്നലത്തെ പ്രോഗ്രാം 100% ശ്രീലങ്കൻ മാത്രമായി. അവർക്കും ചെണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുമെന്ന് ഓർത്തില്ല. അത് പിന്നെ നമ്മുടെ ഡെഡിക്കേഷൻ എന്ന് പറയാമെങ്കിൽ അതും പറയാം. 100% അതിനുവേണ്ടി മാത്രം നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അന്ന് ഇങ്ങനെ മറ്റ് സ്കൂളുകൾ പഠിപ്പിക്കാൻ പോകുന്നതൊന്നും ഒരു സ്പോൺസർ എന്ന നിലയിൽ MIUKക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല? MIUKയുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരുന്നു എനിക്ക് എൻ്റെ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻറ്റ് കിട്ടുന്നിടം വരെ, റെസിഡൻസി കിട്ടുന്നിടം വരെയുള്ള ക്ലാസ്സുകൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. MIUKയുടെ ടീച്ചർ വിനോദ് നവതാര വരും. PR കിട്ടി. ഞാൻ എൻ്റെ ഓരോ സ്കൂളുകളായിട്ട് തുടങ്ങി നവധാര എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ മേളപ്പെരുമയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ ഒരു ആശയം വരുന്നത് ഇങ്ങനെ പുറത്തുള്ള സ്കൂളുകളിൽ ഒരുപാട് വർക്ക് ചെയ്ത്, അതെ, ഒരു 100-200 കുട്ടികൾ 250 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു നമുക്ക് 200 അല്ല 500 അല്ല 1000 കുട്ടികൾ നമുക്കുണ്ടായിട്ട് കാര്യമില്ല. ഈ 1000 കുട്ടികൾക്കും നമുക്ക് ഒരുപോലെ വേദികൾ കൊടുക്കാൻ സാധിക്കില്ല. UK ഒരു കാരണം നിങ്ങൾക്കറിയാം, എത്ര നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കല എന്ന് പറയുന്ന 6ാമത്തെ 7ാമത്തെ പ്രിഫറൻസാണ് അല്ലേ? നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഒരു കല എന്ന് പറയുന്ന പല കാര്യങ്ങളുടെയും പ്രിഫറൻസ് എത്രാമതാണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ. ഏത് ആർട്ട് എടുത്ത് നോക്കിയാലും ഒരു മനുഷ്യൻ്റെ 5ാമത്തെ 6ാമത്തെ അത്യാവശ്യം ആവശ്യം എന്ന് തരംതിരിക്കുമ്പോൾ 6ാമത്തെ 7ാമത്തെ പ്രിഫറൻസിലേക്ക് കല വരുള്ളൂ. UK പോലെയുള്ള സ്ഥലത്ത് ഇന്ത്യക്ക് പുറത്ത് നടന്നിട്ടുള്ളതിനേക്കാളും വലിയൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ ഒള്ളി ബാക്കപ്പ് സാമ്പത്തികമൊന്നുമല്ല, ഒരു രീതിയിലുള്ള സാമ്പത്തികമല്ല. ഈ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആത്മാർത്ഥത, അവരെ കൊണ്ടുവിടുന്ന പേരൻസിൻ്റെ ആത്മാർത്ഥത, അത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനൊരു അൺബിലീവബിളായിട്ടൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഫുൾ ടൈം. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്ത് അത് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതെ, അവർ നമ്മുടെ 99% എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. പക്ഷേ അവരെൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് മോറോ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരേ മനസ്സുള്ള കുറേ കൂട്ടുകാർ അല്ലേ? അവരൊക്കെ ഒപ്പം ചേർന്നപ്പം മേളപ്പെരുമയായി മാറി. മേളപ്പെരുമ 1